കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചിട്ടോ. നമ്മളെ ഈലോ കൂടി കൂടി 453 ഇതിനി തോൽക്കാനാണോ ജയിക്കാനാണോ എന്താണെന്നറിയില്ല. സാധാരണ ഒരു കളി ജയിച്ച ഒരു കളി തോൽക്കുക, ഒരു കളി തോറ്റ ഒരു കളി ജയിച്ച അങ്ങനെയായിരുന്നു. സ്റ്റാർട്ട് ഗെയിം, ലെറ്റ്സ് ഗോ. റാപ്പിഡ് ഗെയിമാണ്. ഷെഡോ നമ്മൾ ബ്ലാക്കാണ്. സെൻട്രൽ പോയിന്റ് ഞാൻ പുഷ് ചെയ്തു. ഓൻ എന്തോ ഒരു നല്ല പ്ലാൻ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ പോയിന്റ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നൈറ്റിനോട് ഡിഫെൻഡ് ചെയ്യാം. തടിയൻ എന്തോ ഈ സൈഡ് എടുത്തോണ്ട് കളിച്ചു. നമ്മൾ കൺഫ്യൂഷൻ ആക്കണം. 503 കിലോണ്ട് പെട്ടെന്ന് ചെക്ക്മേറ്റ് ചെയ്യാനുള്ള പ്ലാനിലാവും. നമുക്കൊരു ട്രേഡ് ചെയ്യണോ? അവൻ്റെ ഇപ്പം തന്നെ എൻ്റെ പൂതി കട അവൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത്ര നല്ല ഇതിനല്ല. നമുക്ക് സെൻട്രൽ കൺട്രോൾ കിട്ടി. ഇതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യും? എടുക്കണോ? അവനെന്തോ ഇവിടെ ഒരു പ്ലാൻ ചെയ്തു. അവനക്കും ക്യാൻസൽ ചെയ്യാം, നമുക്കും ക്യാൻസൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അവിടേക്ക് പോയി ഇതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്യൂവിനും ഇതും കൂടെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ക്യാൻസൽ ചെയ്യാം. അവന് പെട്ടെന്ന് എന്തോ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ നമ്മൾ മറ്റേ നൈറ്റിനെ കൊന്നുകൊണ്ട് കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിലിപ്പോൾ 2 ആളുണ്ട്. പക്ഷേ ഇവിടെ ഇതുണ്ട്. നമുക്ക് 2 ആൾ. നമുക്കൊരു ചെറിയ പ്രൊട്ടക്ഷനും കൂടി കൊടുക്കണമെന്നുണ്ട്. പക്ഷേ അങ്ങനെ കൊടുക്കും. നിൽക്കാം. എന്തിനാ ഇത്ര അഗ്രസീവായി കളിക്കണമെന്നാണ്. ഞങ്ങൾക്കിപ്പോൾ ഇതിനെ ടേക്ക് ചെയ്യുക. പക്ഷേ ഇപ്പോൾ പോണുണ്ട്. ഇതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പുഷ് ചെയ്താലും എന്താ ഉണ്ടാവുക? ഷെഡോ എന്തിനാ പുറത്ത്? പക്ഷേ പോണാണ്, കുഴപ്പമില്ല. ഞാൻ നൈറ്റ് എങ്ങാനും പോയി വിചാരിച്ചു. അതോടെ റുക്കിനെ ട്രാപ്പ് ചെയ്തു. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഇതിനെടുക്കുക. പക്ഷെ അപ്പോൾ റുക്കിനെടുക്കുക. അപ്പോൾ നമ്മൾ പോയിൻ്റ് പിന്നിലാവും. ഇപ്പോൾ ഒരു പോയിൻ്റ് പ്ലസ്സാണ്. വേറെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നമുക്കൊരു ഭീഷണി ഉണ്ടാക്കാൻ പറ്റിയാൽ മതി. ഈ ഇതിനെടുക്കാൻ തന്നെയാണ് ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. റുക്കിനെടുത്തു. നമ്മൾ ടൈമിന് പിന്നിലാട്ടോ. 9:30 ഓൻ എന്തിനത്ര റാപ്പിഡായി കളിച്ചതെന്നാണ്. അതോ ചേടാ ശരിയാണ്. ഓനക്ക് ആവശ്യമില്ലല്ലോ അല്ലേ. ഇതിനെപ്പോഴും എടുക്കുക. ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കെന്ത് ചെയ്യാം? ഇതിനെങ്ങനെ ട്രാപ്പ് ചെയ്താൽ പറ്റുമോ? ഇതിനെ ട്രേഡ് ചെയ്യണോ? പക്ഷെ നമ്മൾ പോയിൻ്റ് പിന്നിലാണ്. പോയിൻ്റ് പിന്നിലാകുമ്പോൾ ട്രേഡ് ചെയ്യരുത് എന്നാണ്. ഇപ്പോൾ ഇതിനെ ടേക്ക് ചെയ്താൽ നമുക്ക് ബിഷപ്പിനെ കിട്ടും. നമ്മളിതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൻ കാണാതിരുന്നാൽ മതി എന്നാണ് എൻ്റെ പൂതി. നമുക്ക് കണ്ടു, തടിയും കണ്ടു. പക്ഷെ അവനിക്ക് ഇത് മൂവ് ചെയ്തുകൊണ്ട് എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. നല്ലൊരു കാര്യം. ഇനി നമുക്ക് അടുത്ത മൂവ് കണ്ടുപിടിക്കണം. നമ്മൾ ഒരു പോയിൻ്റുള്ളൂ പിന്നിൽ. അടുത്ത മൂവ് ചെയ്താൽ കാരണം ഇത്ര അഗ്രസീവായി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 10 മിനിറ്റ് ഇല്ല. എന്തിനാണ് ആദ്യം തന്നെ ഇങ്ങനെ? ഒരു ഫോർക്കിനുള്ള പ്രതീക്ഷയിലൂടെ പോകാം. എന്താ ഉണ്ടാവുമെന്നറിയില്ല. ഇപ്പോൾ എടുക്കുക ഇതിനേച്ചാൽ ഒരു ഫോർക്കാവും. പക്ഷെ അതിന് സമ്മതിക്കില്ല. റുക്കിനെ മൂവ് ചെയ്യാൻ സാധ്യത ഉണ്ട്. നമ്മളെന്തെങ്കിലും ഹാങ് ചെയ്യുന്നുണ്ടോ? അതോ കണ്ടില്ല കേട്ടോ. ഓൻ എന്ത് കാണായിരുന്നു? ഇതുകൊണ്ട് ഇപ്പോൾ എന്തേലും ശരിയാണ്. ഓനക്ക് ഇതുകൊണ്ട് എടുക്കേ, ബിഷപ്പ് കൊണ്ട് എടുക്കാനായിട്ട് തന്നെ. അത് ഒരു പൊട്ടത്തരായിരുന്നു. കണ്ടത് ഭാഗ്യം.
ഇതിനെ ഇതാക്കണില്ലല്ലോ. യെസ്, ഫൈനലി. ഇതിന് ആദ്യം അങ്ങനെ ചെയ്യുന്നു. ഒരു ഫോർക്കായി ചെക്ക് കണ്ട, ചെക്ക് കൊടുത്തവനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ്റെ റുക്ക് പോയി. അല്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. അല്ലോ, ഭാഗ്യം. നമ്മൾ പോയിന്റിൽ ഇപ്പോൾ സെയിമാണ്, ഈക്വലാണ്. പക്ഷേ ഓനെ ആ രാജാവിനെ മാറ്റുമ്പോൾ ഓനക്ക് ഇനി എത്ര സ്ക്വയർ ഉള്ളൂ ആകെ? ഓനക്ക് ആകെ ഈ ബിഷപ്പിനെ കൊണ്ട് ഇതാക്കാനുള്ള പറ്റുക. നമുക്ക് ചെക്ക് മേറ്റിനുള്ള അവസരം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. കാരണം ഇതിനെ നൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഓ, എന്തായാലും ഇത് എടുക്കാം. അവൻ്റെ ക്വീനോണ്ട് എടുക്കും. പക്ഷെ എന്നാലും നമുക്ക് 2 പോയിൻ്റ് കിട്ടി. 2 പോയിൻ്റ് കൂടുതലാണ്. ഇനി ഒരു റുക്കിനെ നമുക്ക് കളിയൊക്കെ കൊണ്ടുവരണോ? എന്ത് ചെയ്യണം? എന്ത് ചെയ്യും? കുറച്ച് സ്പേസ് എന്തെങ്കിലും ഇവിടെ നല്ല എന്തൊക്കെയോ മൂവ് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഏതാണെന്നറിയില്ല. ഇതിനെ ഇവിടെ കൊടുന്നാലേ ഇതിനെ അറ്റാക്ക് ചെയ്യാം. ഞാൻ അതിന് ശ്രമിക്കണം. പക്ഷെ ഓനക്ക് എന്തെങ്കിലും ചെയ്യാം. ഓനക്ക് ഇതിനെ അറ്റാക്ക് ചെയ്യാം. അതൊന്നും കാണുന്നുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഫോണിന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നൈറ്റിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ബ്ലണ്ടർ ചെയ്യാൻ പറ്റില്ല. ടൈമിൽ നമുക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. 8.5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഞാൻ 5.25 മിനിറ്റേ ഉള്ളൂ ബാക്കിയുള്ളത്. ഈ റുക്കിനെ അങ്ങോട്ട് കൊണ്ടുവരണം. ഇതിനങ്ങോട്ട് വെക്കണം. ചങ്ങായിൻ്റെ റുക്കിനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. എന്ത് ചെയ്യും? പക്ഷേ ഈ സാധനം ഇവിടെ അല്ലെങ്കിൽ ഇത് ചെക്ക്മേറ്റ് ആവാനൊരു സാധ്യത ഉണ്ടായിരുന്നു. ഓന് ഈ ബിഷപ്പിനെ ഈ സ്ക്വയർക്ക് കൊണ്ടുവരാൻ പേടിക്കണം. കാരണം എന്താ വെച്ചാൽ ഇങ്ങോട്ടെങ്ങാനും എത്തിയ ഈ നൈറ്റ് ഇവിടേക്ക് വന്നാൽ ഇത് ഡ്രാഗ് ചെയ്യാൻ നല്ല പണിയാണ്. ഈ സ്ക്വയർ ആട്ടോ മീനിയാണ്. ആൾക്ക് വന്ന് ചെക്ക്മേറ്റ് ആവും. സ്മദർ ചെക്ക്മേറ്റ് ആവും. ഇതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം വെറും ഒരു അറ്റാക്കിൻ്റെ ആളാവുന്നുണ്ട്. അറ്റാക്ക് ചെയ്യാൻ മാത്രമല്ല കേട്ടോ, ഈ സ്ക്വയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ റുക്കിനെ കൊണ്ട് വരായിരുന്നു. ഇപ്പം ന്യൂവല് വരാൻ പറ്റില്ല. അല്ലെങ്കിൽ വേണ്ട, ഓന് ഈ നൈറ്റിൻ്റെ എടുത്തോട്ടെ. അഥവാ എടുക്കുകയാണെങ്കിൽ റുക്കിനെ ഈ ചൂക്ക് കൊടുന്ന ഈ റുക്കി ചെക്ക്മേറ്റ് ആക്കാനൊരു സാധ്യത ഉണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പ്ലേ കളിക്കാം. അതായത് വേറെ എന്തെങ്കിലും റാൻഡായിട്ടൊരു മൂവ് ചെയ്യാം. ഓന ഇതൊന്നും എടുത്താൽ മതിയായിരുന്നു. ആ കീനിനെ കൊണ്ട് ഇതൊന്നും എടുത്താൽ മതിയായിരുന്നു. ചെക്ക്മേറ്റ് ജയിച്ചു. യെസ് ആദ്യമായിട്ടൊരു ചെക്ക്മേറ്റ് അങ്ങനെ നേരെ കണ്ടുപിടിച്ചത്. ജയിച്ചു. ഇല കൂടി ആദ്യമായിട്ട് 2 കളി അടുപ്പിച്ച് ജയിച്ചു കേട്ടോ. 496. ഇപ്പോൾ ഒരു 4 ഇല കൂടിയാൽ നമ്മുടെ 500 ആവും. 500 ഇല ആവും. ഗെയിം റിവ്യൂ ജസ്റ്റ് നോക്കാം എത്ര ആക്യുറസി ഉണ്ടായിരുന്നാവോ. പെട്ടെന്ന് ഇങ്ങനെ അഗ്രസീവായിട്ട് അങ്ങനെ കളിക്കാൻ പറ്റില്ല. ഒരു 10 മിനിറ്റൊക്കെ അല്ലേ എന്തിനാ എത്ര? 76.8%. 78% ആക്യുറസി ആയിട്ട് ബ്രില്യൻ്റ് ഒന്നുമില്ല. ഗ്രേറ്റ് പോലും ഇല്ല. ബെസ്റ്റ് ഓൻക്കാണല്ലോ 5. ഞാനാ കുറവ്. ഞാൻ ഇതുവരെ ഓപ്പണിങ് കണ്ടിട്ട് തന്നെ അല്ല കേട്ടോ. അത് ഞാൻ കണ്ടിട്ട് തന്നെ. ഫിയാൻകെറ്റോ. Eyeing the central squares. Their knight moves into the game.
You exchange pieces of equal value. ആ പോണിനെ പുഷ് ചെയ്യുന്നില്ലേ നല്ല A മൂവ്. clear recapture. This lets your bishop step into the game. They missed a chance to prepare a bishop for development. അവിടെ എനിക്കൊരു You മിസ്സായിക്കണം. overlooked an opportunity to force an isolated pawn. പക്ഷെ അതെടുത്താൽ സെൻറ്ററിൽ നിന്ന് ഇത് This കളയണ്ടല്ലോ is a fair വിചാരിച്ചെന്ന്. trade, a clear recapture. That's not a mistake, but they did. Castling kingside helps you. They missed a chance to kick a bishop. You permitted the opponent to kick a bishop. I like their choice. Recapturing. They bring out their knight. You kicked your opponent's piece from that square. They overlooked an opportunity to move a knight to safety. അപ്പം ഇവിടെ റുക്കിനെ എന്താ That was a fair trade. The game was fairly balanced. There was one good move, and you took your time finding it. ഗ്രേറ്റ് ഉണ്ട്. Taking your vulnerable, a logical. This move puts their rook on a safer square. ഓൾക്ക് ക്യാൻസൽ ചെയ്താൽ മതി. ഞാനും എന്നെ ആലോചിച്ചു എന്ത് പൊട്ടത്തര The കേട്ടെ. game is still close to equal, but you lost your advantage. നൈറ്റ് ഇതിനെ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇപ്പം എന്താ കാര്യം? You are now able to win material through a fork. യെസ് Fork, you'll be winning material. കണ്ടോ They stopped him. എന്തോ You won രക്ഷപ്പെട്ടൊരു material by capturing a rook. A straightforward, nice move. Your piece now controls more squares. This move gives you the opportunity to win their bishop. എവിടെ ബിഷപ്പിനെ This wins a bishop. You are threatening to checkmate the king. This move is dropping a rook, though it doesn't change their losing position. You overlooked an opportunity to win a rook through a fork. ഞാൻ അതിനു ആദ്യമായി പിന്നെ പക്ഷെ എന്തായാലും നന്നായി. അതുകൊണ്ട് ചെക്ക്മേറ്റ് ആയില്ലേ. You did it. Nice checkmate. യെസ് മതി 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 മതി.